അപ്പോൾ നമ്മളെ മട്ടൺ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളർ അങ്ങനെ നല്ല അട്രാക്റ്റീവ് അല്ല, പച്ചമുളകും ആ ഒരു കളറെല്ലാം കൂടെ ആയിട്ട് നല്ല മട്ടൻ്റെ ബോൺലെസ് പീസ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ. കുറേ ടേസ്റ്റ് ചെയ്ത് തീർന്നു കേട്ടോ, വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. ഒരു കഷ്ണം പുട്ടും ഒരു സൈഡിൽ കഷ്ണം പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതാ മട്ടൻ ഇങ്ങനെ അങ്ങോട്ട് കോരിടുക, പൊട്ടിച്ചടിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ കുക്കിംഗ് വേണമെന്ന് കണ്ടോളി. ഒന്നുമില്ല, പെട്ടെന്ന് പണി തീർക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മളെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഏകദേശം 1/2 കിലോ മട്ടൺ ആട്ടുള്ളൂ. അതിലുള്ളതാണ് ഒരു 1-2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലോട് കിടക്കട്ടെ, ഒരു രസമല്ലേ. അപ്പോൾ മട്ടൻ ഞാൻ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളകും വേണമെങ്കിൽ ഒരു പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലൊന്ന് മട്ടൻ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ മസാലയും കൂട്ടി അടിക്കുക. അതാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ, മഞ്ഞപ്പൊടി, കുരുമുളക്, കുറച്ച് ഉപ്പും പിന്നെ ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പ് അത്രേ ചേർത്തുള്ളൂ, വേറെ ഞാൻ ചേർത്തില്ല. നന്നായിട്ട് മട്ടൻ്റെ ബോൺലെസ് പീസ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 1 കിലോ മട്ടൻ വാങ്ങിയിരുന്നു. അപ്പോൾ കുറച്ച് എല്ലുള്ള പീസൊക്കെ മാറ്റി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ആ മട്ടൻ്റെ ആ മജ്ജയും കൊഴുപ്പും എല്ലാം കൂടി സെറ്റായിട്ട് ഇനി ഒന്ന് ഇത് വറ്റി വന്നാൽ ആ മസാലയും ചേർത്ത് നമ്മളെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ഏകദേശം ഒരു 1/4 ഉള്ളി, ഒരു ഉള്ളി ഒന്നും ഫുള്ളായിട്ട് ചേർത്തില്ല, വെളിച്ചെണ്ണയിൽ വറുത്തതാട്ടോ, അത് ചേർത്തിട്ട് ഇനി നമ്മളെ പൊടികൾ ഒരു 2 സ്പൂണ് മുളക് പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല, ഇത്രയും നമ്മൾ സാധനം ചേർക്കണം കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഫ്ലേവറൊക്കെ പുറത്തേക്ക് വരുള്ളൂ. ചെറിയ ചൂടിൽ ഒന്ന് വറുത്തെടുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അത് നമ്മളിതിലേക്ക് അങ്ങോട്ട് ചേർക്കുക, മിക്സ് ചെയ്യുക, നന്നായിട്ട് ചെറിയ തീയിൽ അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. അത്രയും നമ്മളെ മട്ടൺ റോസ്റ്റിൻ്റെ പരിപാടിയുള്ളൂ. അവിടെ കിടന്ന് എങ്ങനെ ആയി കണ്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്താൽ സാധനം സെറ്റ്. അത് നന്നായിട്ട് അങ്ങോട്ട് വറ്റി വരട്ടെ. ഇത്രയും കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. അതിങ്ങനെ ചെറിയ തീയിൽ. പിന്നെ അവസാനം കുറേ കറിവേപ്പിലയും മല്ലിയിലൊക്കെ അങ്ങോട്ട് എടുത്ത്, കറിവേപ്പില എത്ര വേണം വീട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. കുറേ കറിവേപ്പില വീട്ടിൽ നിന്ന് പറിച്ച കറിവേപ്പില ഇങ്ങനെ കുറേ എടുത്തിടും കറിയിലൊക്കെ, കുറച്ച് മല്ലിയില, പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം. ഇതേ സാധനത്തിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിന്ന് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇതേ ഇതിൽ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ വേറെ ഒരു സാധനം, നല്ല എരിവുള്ള സാധനം. ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഒഴിവാക്കിയിട്ടു, ബാക്കി മുളക് പൊടിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു എരിവ് ഇന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പം അവസാന സ്റ്റേജിൽ കുറച്ച് കുരുമുളക് ഇട്ടാൽ വേറൊരു നല്ല കുത്തുന്ന ടേസ്റ്റിൽ അടിപൊളി മട്ടൻ കിട്ടും. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. കഴിച്ചു നോക്കിയാലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ് വിട്ടുപോയതൊന്നുമല്ല, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ മട്ടൻ റെസിപ്പി തയ്യാറായി. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ. അതാണ് ഞാൻ എല്ലാതൊക്കെ എടുത്ത് പുറത്തേക്ക്. അപ്പോൾ കളർ കണ്ട്, ഇതാണ് സൺലൈറ്റിലുള്ള കറക്റ്റ് കളർ കേട്ടോ. മറ്റേ നമ്മൾ കിച്ചണിൽ ചെയ്തതാണ്. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. അപ്പോൾ പുറത്തെത്തിയപ്പോൾ ആ ഒരു കറക്റ്റ് കളറും എല്ലാം കൂടി സെറ്റല്ലേ. അപ്പോൾ നമ്മളെ മട്ടൺ ബോൺലെസ് റെസിപ്പി കേട്ടോ. അപ്പോൾ അതൊരു കോപ്പയിലൊക്കെ ആക്കി ഇട്ട് കഴിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല പുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് വീഡിയോ സെറ്റാക്കാം. അപ്പോൾ ഞാൻ പുട്ടൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് കുറേ ടേസ്റ്റ് ചെയ്തിട്ട് സാധനം തീർന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. കുറച്ച് ആ ഒരു ഗ്രേവിയും മട്ടൻ്റെ ആ ഒരു എന്താ പറയുക മജ്ജയെല്ലാം കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു സാധനം കേട്ടത്. അത് ആ പുട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ഒരു കഷ്ണം പപ്പടം, അതാണ് അതിൻ്റേതായൊരു കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി തന്നെ. പക്ഷേ പുട്ടും മട്ടനും ആ ഒരു സെറ്റാണ്. പ്രത്യേകിച്ച് ആ തിക്കായിട്ടുള്ള ഗ്രേവി അതിങ്ങനെ കൂട്ടി ഇങ്ങോട്ട് പിടിച്ച്, മട്ടനൊക്കെ നന്നായി 5-6 വിസിലടിച്ചിട്ടുണ്ട്, നല്ല സെറ്റാണ്. അതിങ്ങനെ ഇങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിക്കുക. പപ്പടം അങ്ങോട്ട് ആർക്കെങ്കിലുമൊക്കെ നുണ വന്നുകൊണ്ട് കമൻറ്റ് ചെയ്യണേ, മറന്നു പറഞ്ഞതാ. ഇതാ കൂട്ടി ഇങ്ങനെ ഒരു പിടി കഴിച്ചു നോക്കാം. സെറ്റായിട്ട് കേട്ടോ, നല്ല അടിപൊളി മട്ടൻ. അപ്പോൾ ഞാനും മക്കളെല്ലാവരും കൂടി അതങ്ങോട്ട് മെല്ലെ ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ലൈക്ക് അടിച്ച് ഞാൻ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേക്ക്. ഓക്കെ, അപ്പോൾ ശരി. ഇതേപോലുള്ള കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം കേട്ടോ. ആ മട്ടൻ്റെ എല്ലാം കൂട്ടി അടിച്ചു വിടാം. അപ്പോൾ ശരി കേട്ടോ, അടുത്ത വീഡിയോ കാണുന്നവരെ